ഹലോ ഫ്രണ്ട്സ്, വാഗമോൺ സ്റ്റോറീസിന്റെ പുതിയൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നാണ് നമ്മുടെ പരിപാടികളൊക്കെ തീർന്ന് കിളിയും കിളിക്കോടും പോയി തണുത്ത് നിറച്ച് മരവിച്ച് നമ്മൾ വന്ന് നിന്നു. ഇന്നിപ്പോ നമ്മള് മാൾ റോഡ് ജസ്റ്റ്, അതായത് നമ്മുടെ മണാലി മാൾ റോഡ് ജസ്റ്റ് കറങ്ങി നടക്കുക അല്ലേ മീ? മണാലി മാൾ റോഡ് ജസ്റ്റ് കറങ്ങി നടക്കുക, അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. ഇവിടെ ചുറ്റും ലോക്കൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് കാണുന്ന പരിപാടികൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതായിരിക്കും ഇന്നത്തെ വീഡിയോ. ചെറിയൊരു കട പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യം ഒരു ചായ പിടിച്ച് ഒന്ന് ഫ്രഷ് ആവട്ടെ. കണ്ണൊക്കെ സീനായിട്ട് ഇപ്പോണ്ടല്ലേ. ഇന്നലെ വന്നിട്ട് ഉറങ്ങിയിട്ടോ സത്യം പറഞ്ഞാൽ. ഇന്നലെ എങ്ങനെ വന്നാലും ഒരു 6 മണിക്കൂർ മുകളിൽ നടന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ്. 10-11 മണി ആദ്യം കിടന്നിട്ട് ഞാൻ എണീച്ചത് 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു. നല്ല സൂപ്പർ നടത്തായിരുന്നു. 5 മണിയൊക്കെ ആയപ്പോൾ എണീച്ചല്ലേ. ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം എന്ന് പറയാം, നമ്മുടെ മണാലിയിലെ രണ്ടാമത്തെ ദിവസത്തിലെ ഹഡംബി ടെമ്പിളിലേക്ക് നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ഇതാണ് മാൾ റോഡ്, അതായത് നമ്മുടെ മണാലി. കിടിലാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ, നല്ലപോലെ പർച്ചേസ് ചെയ്യാനുള്ള കുറെ സാധനങ്ങളൊക്കെ കിട്ടായിരിക്കും. ബാർഗൻ ചെയ്യണം. ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഷെയർ ടാക്സി എടുത്ത് 2000 രൂപയ്ക്കായിരുന്നു ഞങ്ങൾ എടുത്തത്. പക്ഷെ ഞങ്ങൾ ആ ഒരു പാക്കേജ് മോഡൽ എടുത്തുകൊണ്ട് അത്ര പൈസ ആയത്. അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ വെളുപ്പിന്റെ സമയത്ത് ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 1500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാടിക്കറി നമ്മളൊരു സാധനം ആലോചിച്ചിട്ടാണ് എന്താണെങ്കിലും നോക്കണം. 2-3 സ്ഥലത്ത് കോണ്ടാക്ട് ചെയ്തു. നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു കണ്ടീഷൻ വേറെ ആയിരുന്നു. നല്ല തണുപ്പ് റൂം എടുക്കാണ്ട് വഴിയിലായിരുന്നു. അപ്പോൾ തന്നെ 2000 രൂപയ്ക്ക് പാക്കേജ് ഇപ്പോൾ പിടിച്ചു. കാര്യം ഉണ്ടായില്ല. 1-2-3 തവണ നഗയുടെ അടുത്ത് മുട്ടിക്കഴിഞ്ഞാലാണ് കറക്റ്റ് ഏകദേശം റേറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഹഡിംബ ടെമ്പിളിന്റെ കവാടത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡേ സ്പെൻഡ് ചെയ്യാൻ കഴിയും. ഒരു 4 ദിവസം 5 ദിവസത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും വെറുതെ. അത്രയും നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് മിസ്സായത് കസോളാണ്. കസോള് പോകാൻ നമുക്ക് പറ്റിയില്ല. ദിവസം നമ്മൾ പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല, നല്ല ടൈം എടുക്കും. കസോള് ശരിക്കും മിസ്സായിട്ടുണ്ട്. ബൈ കാർ പോകേണ്ട റൂട്ട് ഈ കാണുന്നതും നടന്നു പോകേണ്ട റൂട്ട് ഈ ഒരു കയറ്റമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറണം. കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു 10-400 മീറ്റർ ഉള്ളൂ. നടന്ന് കയറാവുന്ന ദിവസമുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നിസ്സാര ദൂരമുള്ളൂ, 500 മീറ്റർ എന്തോ ഉള്ളൂ. നൈസൊരു ഇതിനെ കണ്ടത് കാളയാണ് എന്താണോ. കുറച്ച് ദൂരം പോയിട്ട് നടന്നാൽ മതി, ഒരു 500 മീറ്റർ. Then we will reach ഹഡിംബ ടെമ്പിൾ. ഇതൊക്കെയുള്ള എന്താ വഴിപാടുകളും കാര്യങ്ങളാന്ന് തോന്നുന്നു. ചെറുതായിട്ട് വേർത്തു തുടങ്ങി. തണുപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ പയ്യെ വേർക്കുവാണ്. ഇതാണ് നമ്മുടെ ഹഡിംബ ടെമ്പിൾ. കിടലാണ് കേട്ടോ. അവിടെ യാക്കൊക്കെ ഉണ്ടായിരുന്നേ, അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുക്കാൻ വന്നത് പുള്ളി കവർ ചെയ്ത് കളഞ്ഞ്. സമ്മതിക്കില്ല അവര്. ഇനി എങ്ങോട്ട് നമ്മുടെ ഹഡിംബ ടെമ്പിൾ. എസ്തെറ്റിക് വൈബ്. നല്ല രസമുണ്ട്, നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. ഫോണും ഫോട്ടോയും എല്ലാം ഇങ്ങനെ മാറ്റി സിമ്പിളായിട്ട് നിൽക്കുന്ന കഴിഞ്ഞാൽ സൂപ്പറാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ആളുകളെല്ലാം ഇങ്ങനെ എല്ലാ ഇതായിട്ട് നടക്കുന്നുണ്ട്, വഴിപാടുകളും കാര്യങ്ങളായിട്ട് അമ്പലത്തിലേക്ക് കയറാനായിട്ട്. അതിനകത്ത് കയറുന്ന ഷൂസ് വന്നു, അത് കാരണം ഞങ്ങൾ കയറൊന്നുമില്ല. ചെറുതായിട്ട് കൊള്ളാം, നല്ല അടിപൊളി ആംബിയൻസ് ആണ്.
നമ്മുടെ ആ കപ്പിൾസിന്റെ സംഭവല്ലേ. എടാ മുകളിലേക്ക് പോകണ്ടോ? അയ്യോ, മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറെ നേരം സമയം സ്പെൻഡ് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. ഈ കപ്പിൾ ഫോട്ടോസ് ഈ ഡ്രസ്സ് ഉണ്ടോ? ഈ ഡ്രസ്സിൽ വരെ ചാർജ് ചെയ്യണത് 50 രൂപയാണ്. 50 രൂപ റേഞ്ചിൽ ഒരാ റേറ്റിലാണ് ഡ്രസ്സുകൾ ചാർജ് ചെയ്യണത്, ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങോട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കണേടാ. കുറെ നേരം അവിടെ ഇരുന്നിട്ടോ, അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയെന്ന് തോന്നുന്നു. കൈയൊക്കെ ശരിക്കും മരവിച്ചു തുടങ്ങി, ഗ്ലൗസ് ഇടേണ്ട വരും. പിന്നെ നേരെ നമ്മൾ താഴത്തേക്ക് പോവാണ്, മാൽ റോഡ്. ഫുഡ് കഴിക്കണം, നേരെ പോയി ഫുഡ് കഴിക്കുക, ബാക്കി റെസ്റ്റ് എടുക്കുക. ഈ ആട്ടിൻകുട്ടി, കുഞ്ഞാട്ടിൻകുട്ടി, ഇതിനെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ആട്ടിൻകുട്ടി ഉണ്ടായിരുന്ന ഒരു മുയലിനെയും കണ്ടായിരുന്നു ഞാൻ, നല്ല രസമാണ്. കുഞ്ഞു മുയലും ഉണ്ട്. ഇത് നമ്മൾ കയ്യെ പിടിച്ചെടുക്കുന്നതിന് 40 രൂപ. പയ്യെ താഴത്തേക്ക് നടന്നിറങ്ങുക. ഭയങ്കര പീസ്ഫുൾ, ഞാൻ പറഞ്ഞില്ലേ, നല്ല. പക്ഷെ നമുക്ക് ഭയങ്കര സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല രസമാണ്, ശരിക്കും നല്ല രസമുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോണത് മാൽ റോഡിലേക്കാണ്. മാൽ റോഡിലേക്ക് പോയി അവിടുത്തെ ജസ്റ്റ് പർച്ചേസും കാര്യങ്ങളും ഓരോ ഷോപ്പും കാര്യങ്ങളും ജസ്റ്റ് വിസിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതാണ് ഒരു പോർഷൻ എന്ന് പറയാം. സംഭവം നൈസാണ്. അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും ഇനി നിങ്ങൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ ചെറിയൊരു കടയിൽ കയറിയാണ്. അവിടെ ഞങ്ങൾ ആലുപ്പുറം. ഇവിടെ ഇങ്ങനെയുള്ള ഫുഡുകളാണ് ഏറ്റവും നല്ലത്. കാരണം ബാക്കിയുള്ള ഇടത്തൊക്കെ ഭയങ്കര കത്ത് റേറ്റ് ആയിരിക്കും. അത്യാവശ്യം നല്ല ചൂട് പൊറോട്ടയാട്ടാ. ചൂടുണ്ട്, ചൂട് പൊറോട്ട. കൊള്ളാട്ടോ, നല്ലതാണ്. മണാലിയുടെ ഏകദേശം പർച്ചേസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ പൈസ കുറച്ച് നമുക്ക് മേടിച്ചെടുക്കാം, പക്ഷെ ബാർഗൻ ചെയ്യേണ്ടി വരും. പറഞ്ഞിട്ടെങ്കിൽ നല്ല പൈസ റേറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞ് പർച്ചേസിന്റെ കാര്യങ്ങളും കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് മേടിക്കണ തന്നെയാണ് ബുദ്ധി. ഇവിടെ പൈസമാർ താത്തണത് ഭയങ്കര കഠിനമാണ്. അപ്പോൾ ഇതിലങ്ങനെ പൈസ താഴെയൊന്നും പറഞ്ഞില്ല. സംഭവം കിടിലനാണ് സംഭവം പ്രസാദങ്ങൾ. പക്ഷെ നമ്മൾ നിൽക്കേണ്ട വരും, ലെവലെ നിൽക്കേണ്ട വരുമെന്ന്. അപ്പോൾ നമ്മൾ കറങ്ങിടന്നെല്ലാം നോക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റേറ്റ് താഴില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മിനിമം റേറ്റിലാണ് എല്ലായിടത്തും ഒരേ ഏകദേശം ഒരു റേറ്റ് തന്നെയാണ്. പിന്നെ അവരുടെ കൂട്ടായ്മ വല്ലതാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ. ഞാൻ 2 ബാഗ് മേടിച്ചിട്ടുണ്ട്. മിനിമം റേറ്റില്ല, നമ്മുടെ അവിടുത്തെ റേറ്റ് കമ്പയർ ചെയ്താൽ ഞാൻ മേടിച്ചത്. ഇവിടുത്തെ റേറ്റിൽ കുറഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ ഉണ്ടോ കുഞ്ഞു ബാഗിൽ തന്നെ നമ്മുടെ ലഗേജിലുള്ള വേണ്ടപ്പെട്ട സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇതിലാക്കി നമ്മുടെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമ്മളിലാക്കി നമ്മുടെ ലഗേജ് ഇവിടെ വെച്ചേക്കുമായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് എടുക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. ഗുണമായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞാൽ ഞാൻ സഹായിച്ചു. എനിക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും അവർ പൊക്കോളാന്നൊക്കെ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുവാടാ ഇതെന്താണിത്? ഇനിയിപ്പോൾ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വേഗം എത്തണം. കാരണം ബസ് പോണേക്കാളും മുമ്പ് എത്തില്ലാന്നുണ്ടെങ്കിൽ അവർ ഒറ്റ പോക്കങ്ങ് പോയി കളയും. വേറൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം ലഗേജ് ഉണ്ട്. നേരത്തെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ പറ്റും. പിള്ളേർ നെക്സ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു. അങ്ങനെ 2 ദിവസത്തെ ഒച്ചപ്പാടും വളവും കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായി നേരെ നമ്മൾ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. മണാലി ബസ്സിലല്ലേ ഒച്ചപ്പാട് പോലും. ഇനി നമ്മൾ നേരെ ഡൽഹിക്ക് പോകണം. ഒരു ഉറക്കം രാവിലെ ഡൽഹി. ശരിക്കും മിസ് ചെയ്യണം കേട്ടോ. ഇവിടത്തെ 2 ദിവസം ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. അടിപൊളി ദിവസം ഒരിക്കലും നമ്മുടെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈസ് പുറത്തെന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ എന്ത് പൈസ കൊടുത്താലും ഇതെന്ന് നമ്മുടെ ലൈഫിൽ കിട്ടില്ല ചിലപ്പോൾ. പീനട്ട് ബട്ടർ ഞങ്ങൾ പിന്നെ അവിടെ വെച്ച് മറന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കിട്ടി. ഭാഗ്യം കേട്ടോ. അത് കാരണം ബ്രെഡ് മേടിച്ചു. ഇന്ന് രാത്രി നമ്മൾ ഇനി പുറത്തുനിന്ന് ഇറങ്ങാനുള്ളതാണ്. കാരണം ബസ്സിൽ വന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പൈസ ആയത് ഫുഡിന്. കാര്യം നമ്മൾ ചെറിയ ചെറിയ സ്നാക്സ് കഴിച്ചോളൂ. ഞങ്ങൾ അത്ര ദിവസം ട്രെയിനിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തെങ്കിൽ പോലും ഉണ്ടല്ലോ, ആ ബസ്സിൽ വന്നപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ദിവസം 500-600 ഒക്കെ മുകളിൽ പോയല്ലോ പൈസ. 600 മുകളിലൊക്കെ പോയി. അപ്പോൾ നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി താപാളിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ മിനിമലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും.
പിന്നെ അവർ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോൾ നമ്മൾ ചായ കുടിക്കും. ചായക്ക് ഒരു പല സ്ഥലത്ത് 30 രൂപ, 15 രൂപ, 20 രൂപ പല റേറ്റ് ആയിരിക്കും. 3 പേര് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ റേറ്റും അറിയില്ല, 100 രൂപ അടുത്തായല്ലോ. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെയാണ്.